Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് വേവ് വെലോസിറ്റിയെ കുറിച്ചും വേവിനെ ഒരു മാറ്റർ വേവിനെ എങ്ങനെ ഒരു മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് മാറ്റർ വേവ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാറ്റർ വേവിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കോൺസെപ്റ്റ് പറഞ്ഞു, വേവ് ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്, if the string is stretched along x-axis and if the displacement is taking place in the y direction, the wave thus generated in the stretched string can be represented in this manner. And this point is this is the maximum amplitude, and the wave, such progressive wave can be represented as, കഴിഞ്ഞ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ആ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത് എന്നുള്ളത്. പ്രോഗ്രസീവ് വേവ് ക്യാൻ ബി മാത്തമാറ്റിക്കലി represented as y is equal to a cos omega t minus kx, or a cos omega into t minus x by vp. നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈം t is equal to 0 കൊടുത്തു. ഇനീഷ്യൽ പൊസിഷൻ x is equal to 0 ആണെങ്കിൽ ഒരു ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ എ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ ദാറ്റ് x is equal to vp into t എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടി മൈനസ് എക്സ് ബൈ വി സെക്കൻഡ്സ് ഏർലിയർ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഇക്വലന്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ട് y is ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എക്സ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ആൻ ഏർലിയർ ടൈം ടി മൈനസ് എക്സ് ബൈ വി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതിയത്. സോ ടി മൈനസ് എക്സ് ബൈ വി സെക്കൻഡ് ഇതിന് മുമ്പ് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തത്. ഇതാണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെയൊക്കെ സാധാരണ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ വി പി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്, വേവിൻ്റെ വെലോസിറ്റിയാണ്. നമ്മളിവിടെ ഇതിനെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരും. നമുക്കൊരു കാര്യം കൂടി, ഒരു ഡി ബ്രോയി വേവിൻ്റെ ഫേസ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി ബ്രോയി വേവിൻ്റെ ഫേസ് വെലോസിറ്റി വി പി ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സി. അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിബ്രോയി വേവിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ള അന്വേഷണമാണ് നമുക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, എന്നിട്ട് പ്രോഗ്രസീവ് വേവിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഒരു ഡീബ്രോയി വേവിൻ്റെ ഒരു മാറ്റർ വേവിലും സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഡീബ്രോയി വേവിനും സ്യൂട്ടബിൾ ആണോ? ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന അതേ രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കറിയാം ഡീബ്രോയി വേവ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ വേവ്സ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. നമ്മളൊരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ വേവ് ഫംഗ്ഷൻ ആണ് എടുക്കുക. വേവ് ഫംഗ്ഷൻ സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. അപ്പോൾ ആ സൈ ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് നമ്മളിവിടെ വൈ എന്ന് ഉപയോഗിച്ചു, അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് സൈ ആണ്. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡുമായിട്ട് വളരെ റിലേഷൻ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സാധാരണ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലെ y ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി പി, ഓർ എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറയുന്ന
ഇപ്പോൾ 3 ഡയമെൻഷനിൽ എഴുതാണെങ്കിൽ എ കോസ് ഒമേഗ ടി മൈനസ് കെ ഡോട്ട് ആർ എന്നൊക്കെ എഴുതാം, അത് 3 ഡയമെൻഷനിൽ. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഒരു ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ പ്രോഗ്രസീവ് വേവിനെ മാത്തമാറ്റിക്കലി നമുക്ക് പിക്ചോറിയലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്. ത്രൂ ഔട്ട് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് ത്രൂ ഔട്ട് ഈ പ്രോഗ്രസീവ് വേവിൻ്റെ സെയിം ആണ്. മാത്രമല്ല ഈ പ്രോഗ്രസീവ് വേവ്സ് പ്രോഗ്രസ് ചെയ്ത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രസീവ് വേവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ഈ ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഈ ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഒരു ഡീബ്രോയി വേവിന് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡീബ്രോയി വേവ് എന്ന് പറയുന്നത് വേവ്സ് ഓഫ് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുമായിട്ട് അതിന് ബന്ധമുണ്ട്. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ അതിൻ്റെ എല്ലാ പാർട്ടിക്കിളിനെ എല്ലാ സ്ഥലത്തും കാണാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ വരും. അത് ഒട്ടും മാത്തമാറ്റിക്കലി നമുക്ക് അങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. മാത്രമല്ല ഈ ഒരു വേവിൻ്റെ ഈ ഒരു പ്രോഗ്രസീവ് വേവിനെ നമ്മൾ കൃത്യമായിട്ട് ഈ പ്രോഗ്രസീവ് വേവിൻ്റെ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡീബ്രോയി വേവിലേക്ക് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ വേവിൻ്റെ വെലോസിറ്റി വി പി ഈസ് ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടും. അത് നമുക്ക് ഒരു ഫിസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സാധാരണ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ വേവിനെ ഒരു ഇൻഡിവിജ്വൽ വേവിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ഒരു മാറ്റർ വേവില് സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻസ്റ്റഡ് അതിന് പകരമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എ de Broglie wave can be mathematically represented as a wave packet. De Broglie wave or wave corresponding to a moving body can be represented as a wave group, not a single wave. അപ്പോൾ ഒരു വേവ് ഗ്രൂപ്പ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് വേവ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒരു വേവ് ഗ്രൂപ്പിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇതൊരു വേവ് ഗ്രൂപ്പാണ്, വേവ് ഗ്രൂപ്പ് ഓർ വേവ് പാക്കറ്റ്. ഇതിൽ ശ്രദ്ധിക്കൂ, ഈ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വേവ് പാക്കറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദ superposition of several അല്ലെങ്കിൽ 2 or more individual waves. ഒരു ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബീറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്, സൗണ്ട് വേവ്സിൽ ബീറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വേവ്സ് എടുത്തു എന്ന് വിചാരിച്ചോ, 2 സൗണ്ട് വേവ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൗണ്ട് വേവ്സിനെ 2 സൗണ്ട് വേവ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ. 2 സൗണ്ട് വേവ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. രണ്ടും തമ്മിലുള്ള ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ 2 ഫ്രീക്വൻസിയിലുള്ള 2 സൗണ്ട് വേവ്സ് ഒരുമിച്ച് ജനറേറ്റ് ചെയ്താൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കുന്ന സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഫ്രീക്വൻസി വി ഹിയർ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഇൻഡിവിജ്വൽ സൗണ്ട് വേവ്സ് ആയിരിക്കും. മാത്രമല്ല ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ 2 വേവ്സും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഇന്റർഫറൻസ് സംഭവിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ചില സ്ഥലത്ത് ഹൈ ആയിരിക്കും,
ചില സ്ഥലത്ത് കുറവായിരിക്കും. ലാർജ് ആംപ്ലിറ്റ്യൂഡും സ്മോൾ ആംപ്ലിറ്റ്യൂഡും ഉള്ള സിറ്റുവേഷനിലേക്ക് വരും. ആംപ്ലിറ്റ്യൂഡ് വേരീസ് or it rises and falls periodically. അതാണ് നമുക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു വേവ് ഗ്രൂപ്പിന് ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക ബീറ്റ്സിന്റെ കേസിലാണ്. ഡിഫറെന്റ് ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസിയുള്ള രണ്ട് വേവ്സ് സൂപ്പർഇമ്പോസ് ചെയ്യുമ്പോൾ ഒരു വേവ് പാക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ വേവ് പാക്കറ്റിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ വേവ് പാക്കറ്റിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, വെലോസിറ്റി അല്ല, ഈ വേവ് പാക്കറ്റിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു പരിധി നമുക്ക് ഈ ഒരു മാറ്റർ വേവ്സിലേക്ക് നമുക്ക് അബ്സോർബ് ചെയ്ത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡി ബ്രോയി വേവ് പറഞ്ഞു. ആ ഡി ബ്രോയി വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് സെവറൽ ഇൻഡിവിജ്വൽ വേവ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സെവറൽ ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ടായിട്ട് ഒരു വേവ് പാക്കറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ വേവ് പാക്കറ്റിന്റെ വെലോസിറ്റിയാണ്, വെലോസിറ്റി ഓഫ് ദിസ് വേവ് പാക്കറ്റ് is the velocity of, is called the group velocity. ഈ വേവ് പാക്കറ്റിന്റെ വെലോസിറ്റി, അതായത് ഗ്രൂപ്പ് വെലോസിറ്റി, നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലോക്കലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ടിക്കിളിനെ ഈ റീജിയനിൽ കാണാനുള്ള, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആണെങ്കിൽ ആ വേവ് പാക്കറ്റിന്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റീജിയനിലായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം വരിക. ഈ റീജിയനിൽ പാർട്ടിക്കിളിനെ വെൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മൂവിങ് ബോഡിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ റീജിയനിന് ചുറ്റും പ്രോബബിലിറ്റി മാക്സിമം ആയിരിക്കും. അത് ഒരു ഇൻഡിവിജ്വൽ വേവ് ആയിട്ടല്ല, എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആയിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കൊരു വേവ് പാക്കറ്റിനെ നമുക്ക് പിക്ചോറിയലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലൊക്കെ നമ്മൾ പഠിച്ച പോലുള്ള ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് വരിക. ഒരു വേവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഒരു മോഡുലേറ്റഡ് വേവും കൂടി ഉണ്ട്, ഒരു കാരിയർ വേവും കൂടി ഉള്ള പോലെ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഇൻഡിവിജ്വൽ വേവ്സ്, ഇതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ വേവ് വെലോസിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ വേവ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഫേസ് വെലോസിറ്റി, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ വേവ് പാക്കറ്റ്. സോ ഡി ബ്രോയി വേവ് എന്ന് പറഞ്ഞാൽ, മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ ഓഫ് സെവറൽ ഇൻഡിവിജ്വൽ വേവ്സ് ടു ഫോം എ വേവ് പാക്കറ്റ്. So if you want to find out the probability density at a particular point, you can find out the probability density using the relation mode psi square. Okay, അപ്പോൾ ഒരു മോഡ് ആ സൈ എന്ന് പറയുന്നതിൻ്റെ വേവ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതാണ് ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും തമ്മിലുള്ള ഫിസിക്കൽ ഡിഫറൻസ്, ഫിസിക്കൽ സിഗ്നിഫിക്കൻസിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മൾ അത്തരം ഒരു സിറ്റുവേഷൻ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് us consider superposition of two waves with the same amplitude and slightly different frequency. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വേവ് എടുത്തു. നമുക്കതിനെ y1 = a cos omega t - kx എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും വേവ് നമ്പർ എന്ന് പറയുന്നത് kയും ആണ്. ഓക്കെ, ആ ഒരു വേവിനെ വേറൊരു വേവ് സെയിം ആംപ്ലിറ്റ്യൂഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെയിം ആംപ്ലിറ്റ്യൂഡുള്ള ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള ഒരു വേവുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും.
amplitude is again same, but the frequency is omega plus delta omega and wave number is k plus delta k. So the displacement can be written as y2 is equal to a cos omega plus delta omega into t minus k plus delta k into x. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇതിന് ഇക്വേഷൻ നമ്പർ 2ഉം കൊടുക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഒരു വേവ് പാക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ രണ്ട് വേവ്സ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് നമുക്ക് വരും. ഇത് രണ്ടും തമ്മിലുള്ള ഇൻ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും നടക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വരുന്നത്. ഇതാണ് ഒരു വേവ് പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എടുത്തേണ്ടത് എന്താണ്? ഒമേഗ പിന്നെ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ, രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ്സുകളാണ് എടുത്തേണ്ടത്. y1ഉം y2ഉം നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് y is equal to the resultant displacement. Resultant displacement y can be written as resultant displacement. Y can be written as y1 plus y2. So a എന്ന് പറയുന്നതിൽ കോമൺ ആണ്, ഇപ്പോൾ പുറത്തേക്ക് എടുക്കാം. a cos ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് കോസ് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി മൈനസ് കെ പ്ലസ് ഡെൽറ്റ കെ ഇൻറ്റു എക്സ് എഴുതാം. പുറത്തേക്ക് എടുക്കാൻ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. നമുക്കറിയാം കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ട്രിഗണോമെട്രിക് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് 2 കോസ് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2 വരും. സോ ഇവിടെ നമുക്ക് ആൽഫയ്ക്ക് പകരം ഒമേഗ ടി മൈനസ് കെ എക്സിനും ബീറ്റയ്ക്ക് പകരം ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി മൈനസ് ഓഫ് കെ പ്ലസ് ഡെൽറ്റ കെ ഇൻറ്റു എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് കോസ് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി മൈനസ് ഓഫ് കെ പ്ലസ് ഡെൽറ്റ കെ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? 2 ഇൻറ്റു കോസ് ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി മൈനസ് പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി മൈനസ് കെ എക്സ് മൈനസ് ഡെൽറ്റ കെ ഇൻറ്റു എക്സ് വരും. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യും. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് ആൽഫ മൈനസ് ബീറ്റ എന്തായി? ഒമേഗ ടി മൈനസ് കെ എക്സ് മൈനസ് പ്ലസ് കെ എക്സ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി ഇല്ല മൈനസ് ആണ്. അപ്പം എന്തായി? മൈനസ് ഒമേഗ ടി മൈനസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി പ്ലസ് കെ എക്സ് പ്ലസ് ഡെൽറ്റ കെ ഇൻറ്റു എക്സ് ആൽഫ മൈനസ് ബീറ്റ whole divided by 2. So the result will be 2 cos omega t 2 omega t വരും. kx ഉം minus kx ഉം 2 minus 2 kx വരും. പിന്നെ ഡെൽറ്റ ഒമേഗ ടി ഇൻറ്റു ഡെൽറ്റ കെ ഇൻറ്റു എക്സ് വരും. അപ്പോൾ cos ഒമേഗ ടി മൈനസ് കെ എക്സ് 2 omega t minus 2 kx minus plus delta omega t minus delta k into x whole divided by 2 വരും.
ഇൻറ്റു കോസ്, ഇവിടെ പ്ലസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടിയും ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ മൈനസ് കെ എക്സും പ്ലസ് കെ എക്സും ക്യാൻസൽ ചെയ്ത് പോയി, കോസ് മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ 2 ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ കെ ബൈ 2 ഇൻറ്റു എക്സ് ആയിരിക്കും. പക്ഷേ കോസ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി ബൈ 2 മൈനസ് ഡെൽറ്റ കെ ബൈ 2 ഇൻറ്റു എക്സ് എന്ന് എഴുതിയാലും റിസൾട്ടിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ് നമ്മളുടെ രണ്ട് വേവ്സും തമ്മിലുള്ളത്. അപ്പോൾ 2 ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ അപ്രോക്സിമേറ്റ്ലി 2 ഒമേഗ എന്ന് എഴുതാം. 2k പ്ലസ് ഡെൽറ്റ കെ അപ്രോക്സിമേറ്റ്ലി 2k എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ദിസ് റിസൾട്ട് വിൽ ബിക്കം 2 കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. മറ്റേ ഈ രണ്ട് ടേമുകളെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, ബീയിങ് സ്മോൾ കമ്പയർഡ് ടു ദീസ് ടു ടേംസ്, ഇൻറ്റു കോസ് ഡെൽറ്റ ഒമേഗ ബൈ 2 ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ കെ ബൈ 2 ഇൻറ്റു എക്സ്. ഇതാണ് റിസൾട്ടൻ. ഇതാണ് ഇത്. അപ്പോൾ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ. ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, substituting in equation number 3, you will get y is equal to 2a cos omega t minus kx into cos delta omega by 2 into t minus delta k by 2 into x. Okay, ഇതാണ് x ഉണ്ട് കേട്ടോ, x. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഏത് ടൈപ്പ് വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇത് ആക്ച്വലി ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയും കെ വേവ് നമ്പറുള്ള ഒരു വേവിൻ്റെ പുറത്ത് ഡെൽറ്റ ഒമേഗ ബൈ 2 ആംഗുലർ ഫ്രീക്വൻസിയും ഡെൽറ്റ കെ ബൈ 2 വേവ് നമ്പറുള്ള മറ്റൊരു വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് മോഡുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വേവാണ്. സൂപ്പർ ഇമ്പോസ് ചെയ്ത് അങ്ങനെ ഉണ്ടായ ഒരു വേവ് പാക്കറ്റാണ്, ഒരു മോഡുലേറ്റഡ് വേവാണ്. എന്ന് പറഞ്ഞാൽ this equation clearly represents a wave of angular frequency omega and wave number k superimposed upon it, superimposed, അതിൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്തിരുന്നു എന്ത് വെച്ചാൽ upon it with a modulation of angular frequency delta omega by 2 and wave number delta k by 2. So this equation clearly represents a wave of angular frequency omega with wave number k superimposed upon it with a modulation of angular frequency delta omega by 2 and wave number delta k by 2. ഇതാണ് ഈ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനൊക്കെ ഇലക്ട്രോണിക്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് അവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ വേവ് എന്ന് പറയുന്നത് ഒരു മോഡുലേറ്റഡ് പാർട്ട് കൊണ്ട് വേവ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മോഡുലേറ്റഡ് പാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേവ് ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വേവ് ഗ്രൂപ്പിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദിസ് വേവ് ഗ്രൂപ്പ് ഈസ്
ഈ ഇക്വേഷൻ ക്ലിയർ ആണ്. ഡെൽറ്റ ഒമേഗ ബൈ 2 ബൈ ഡെൽറ്റ കെ ബൈ 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ വേവ് പാക്കറ്റ്. And this omega represents the velocity of the individual wave. Omega by k. Omega by k is called the phase velocity, which is the velocity of the individual wave. Okay. അപ്പോൾ ഇതാണ് ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. More precisely, you can represent Vg as group velocity of the matter wave, Vg as d omega by dk, and Vp is phase velocity is omega by k. So ഇതിന് equation number 5 നും equation number 6 നും കിട്ടുക. omega by k already c square by v എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, greater than c എന്ന് നമുക്ക് കിട്ടി. Vg ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. Vg d omega by dk ആണ്. അപ്പോൾ നമുക്ക് Vg നെ കുറച്ചൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ d omega by dv divided by dk by dv എന്ന് എഴുതിയാലും വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, d omega by dv യും dk by dv യും കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്പർ 7 എന്നൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 2 pi nu ആണ്. 2 pi nu is 2 pi gamma mc square divided by h എന്ന് എഴുതാം. സോ 2 pi നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. 2 pi mc square divided by h root 1 minus v square by c square എന്ന്. Equation number 8. Okay. So what is d omega by d? d omega by dv can be written as 2 pi mc square divided by h, the constant ആണ്, d by dv of 1 by root 1 minus v square by c square. v എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ 2 pi mc square divided by h into 1 minus v square by c square into minus 1 by 2 into 1 minus v square by c square whole raised to minus 1 by 2 minus 1 into minus 1 by c square into 2v. ആദ്യം 1 by റൂട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 by root of 1 minus v square by c square 1 minus v square by c square whole raised to minus 1 by 2 എന്ന് എഴുതാം. x raised to n ന്റെ ഡിഫറൻസിയേഷൻ nx raised to n minus 1 ആണ്. പിന്നെ ഇതിന്റെ ആർഗ്യുമെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 1 by c square into 2v എന്ന് വരും. അപ്പോൾ ഈ 2ഉം 2ഉം വെട്ടിപ്പോവും, ഈ c squareഉം ഈ c squareഉം വെട്ടിപ്പോവും. So the result will be 2 pi mv divided by h into 1 minus v square by c square whole raised to 3 by 2 എന്ന് വരും. minus 1 by 2 minus 1 minus 3 by 2 താഴത്തേക്ക് വരുമ്പോൾ 3 by 2 എന്ന് വരും. This is d omega by d. Equation number 9. Okay. And ഇനി നമുക്ക് dk by dv കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായി? k എന്ന് പറയുന്നത് 2 pi by lambda. അതിന് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 pi gamma mv by h എന്ന് എഴുതാം. So 2 pi mv by h into root 1 minus v square by c square എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 10 എന്ന്. അപ്പോൾ എന്തായി? What is dk by dv? dk by dv is equal to 2 pi m divided by h d by dv of v divided by root 1 minus v square by c square. So that can be written as 2 pi m divided by h u by v method differentiate here.